അല്ലെങ്കിൽ ബന്ധം മഴ ഇതിനേക്കാളും കണ്ടിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. താഴെ വരുമ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാകുന്നത്. അത്രയും ഇത് നിങ്ങളോட ബിരിയാണി. ഓക്കെ ഓക്കെ. ഓ മൈ ഗോഡ്. അപ്പോ എത്ര വെള്ളമാണ്. അടിവയർ കലങ്ങുണ്ട് കേട്ടോ. ഹായ്, ഹലോ, നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നൊരു ചെറിയ ട്രാവലായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ചാലക്കുടിയില് തുമ്പൂർ മൊഴി അതിരപ്പള്ളി റൂട്ടിൽ. അതെ, അതിരപ്പള്ളി റോഡില് തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് അതിരപ്പള്ളി, വാൾപ്പാറ വഴി മലക്കപ്പാറ വഴി വാൾപ്പാറ അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടാണ് പ്ലാന്. ഇന്ന് കടത്തി വിടുന്നുണ്ടല്ലേ മമ്മ? കടത്തി വിടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ കാണിക്കണം. ഇങ്ങോട്ടേക്ക് ഇവിടെ നമുക്ക് ഒരു ബ്രിഡ്ജും പിന്നെ അതുപോലെ ചെക്ക് ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യം കാണിച്ചു തരാം. നമ്മളപ്പോ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു. താഴെ കൂടിയാണോ എന്നൊരു ഡൗട്ട് അല്ലേ? നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. മഴയുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ഗംഭീര വെള്ളമാണ്. എന്റെ അമ്മോ, രക്ഷയില്ലാട്ടാ. സെറ്റായിട്ടുണ്ട്. കിടിലം. അവിടെ നോക്കിയേ, കിടിലെന്ന് പറഞ്ഞാൽ കിടിലം. നമ്മൾ ഇത്ര കൊല്ലം വന്നിട്ട് ഇവിടെ ആദ്യമായിട്ടില്ല. ഇതാണ് അതിന്റെ വ്യൂ. സൂപ്പർ ആയിട്ടുണ്ട് പരിപാടി. ഞാൻ ഇതുവരെ വീഡിയോ കാണുകയല്ലാതെ ഇവിടെ പോയി എങ്ങനെ വരുന്നെന്ന് വഴിയും അറിയില്ല. എന്റെ അമ്മോ, ഇത് എന്ത് വെള്ളമാത്. സെറ്റായിട്ടുണ്ട്. തട്ടി എടുക്കണ്ടല്ലോ. ശരിക്കും നമ്മൾ അതിന്റെ ബ്രിഡ്ജിന്റെ സെന്ററിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും കേട്ടാ. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോ തന്നെ നല്ല പേടിയുണ്ട്. മലമ്പുഴയിൽ പോയിട്ടുണ്ട്. മലമ്പുഴയിൽ ഇതുപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്. അത് ഇതിനേക്കാൾ ചെറുതല്ലേ? അതിൽ തന്നെ സെന്ററൊക്കെ എത്തുമ്പോ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇത് ഷെയ്ക്ക് കുറവാണ്. അത് ഷെയ്ക്ക് കുറവാണെന്ന് തോന്നുന്നു. ഇല്ല, ആടുണ്ട്. മഴയുണ്ട്. കൊടയെടുത്ത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ നമ്മള് പെട്ടേനെ. അപ്പൊ നമ്മളങ്ങനെ ബ്രിഡ്ജിലേക്ക് കേറാൻ പോവാണ്. മഴയുണ്ട് കേട്ടാ. മഴയുണ്ട് എങ്കിലും ജനങ്ങള് തിരക്കില്ല. അതെ, ഇവിടെ എങ്ങനെയാണോ പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ തിരക്കുണ്ടാവും. എന്റെ സ്റ്റെപ്പായിട്ടുണ്ട്. അയ്യോ, ഗംഭീരട്ടാ. വ്യൂ നോക്കിയേ, 2 സൈഡുള്ള വ്യൂ നോക്ക്. അടിപൊളി. ഓ മൈ ഗോഡ്. അപ്പോ എത്ര വെള്ളമാണ്. അടിവയർ കലങ്ങുണ്ട് കേട്ടോ. മാമ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. സെറ്റപ്പ്. ഒരുപാട് തവണ വന്നിട്ടുണ്ട്, എങ്കിലും ഒരു പ്രാവശ്യം പോലും ഇവിടേക്ക് കേറിയിട്ടില്ല. അതാണ്. പക്ഷെ ഇന്ന് കേറി നല്ല അടിപൊളിയായിട്ടാ. തിരക്കില്ലാതെയും വെള്ളം കൂടുതലുള്ളത് ഭയങ്കര വെള്ളം. ശരിക്കും ക്യാമറയിൽ എനിക്ക് എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. ഇവിടെ നിൽക്കുമ്പോ തന്നെ ശരിക്കും നെഞ്ചൊക്കെ പടപടന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അത്രയ്ക്കും പേടി. നമ്മുടെ പാലക്കാട് മലമ്പുഴയില്ലേ, പാലക്കാട് മലമ്പുഴന്റെ ആ പാലത്തിനേക്കാളും നല്ല വലുതാണിത്. പക്ഷെ അങ്ങനത്തെ ആട്ടമൊന്നുമില്ല അല്ലേ? അറിയില്ല. ആട്ടമൊന്നും മലമ്പുഴയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു ആട്ടം ഉണ്ടാവും. ശരിക്കും പേടിക്കും. ഇതാണ് ഒത്ത നടുക്ക്. ഇത് ഭയങ്കര സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ആണ്. ഇതെന്താ സംഭവം? ഇത് ശരിക്കും ഒരു ചെക്ക് ഡാമാണ് അല്ലേ? ചെക്ക് ഡാം. അത് കണ്ട അതിനുള്ള വ്യൂ നോക്കിയേ. ഇത്രയും ദിവസം മഴയില്ല എന്ന് പറഞ്ഞ സങ്കടത്തിലായിരുന്നു. 2 ദിവസം മഴ പെയ്തപ്പോ വെള്ളം വന്നു. ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഇവിടെ. അവിടേക്കും ടിക്കറ്റ് ഉണ്ട്.
കുട്ടികൾക്ക് ഇവിടെ വന്ന് കളിക്കാനും ഭയങ്കര, അതായത് വെള്ളത്തിനോട് അടുത്താണ് ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് വരുന്നത്. കണ്ട ആമാ ചിൽഡ്രൻസ് പാർക്ക് കുട്ടികളെ കൊണ്ടുവന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഇത് അവിടെ നിന്ന് നോക്കണ ഒരു കാഴ്ച നോക്കും, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗി. ഇത്രയും വെള്ളം വരുന്നു. വെള്ളമുണ്ട്. കൂടുതൽ വെള്ളമുള്ള സമയത്ത് വന്നാലാണ് കാണാൻ ഭംഗി എന്നാ തോന്നുന്നത്. അതെ, കാരണം നമ്മൾ ആദ്യമായിട്ട് വരുമ്പോ തന്നെ നല്ല സെറ്റപ്പ് ഉള്ള വെള്ളമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ആകെ ഈ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, 2-3 സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മളില്ലേ ഇപ്പൊ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. പാലത്തിന്റെ ഇപ്പുറം എറണാകുളം ജില്ല, ഏഴാറ്റുമുഖം തൃശ്ശൂർ ജില്ല. തുമ്പൂർ മൊഴി തൃശ്ശൂർ ജില്ലയും ഏഴാറ്റുമുഖം എറണാകുളം ജില്ലയും. പാലമാണ്. വെള്ളം കൂടുതലുള്ളത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. അല്ലാതിരുന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ പാർക്കുണ്ട്, കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ വെള്ളം കുറവുള്ള സമയത്ത് കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ പാലം കിടന്നു അല്ലേ? അതെ. നമ്മളിതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ട്രൈ ചെയ്ത് നോക്കാം. എന്താ മാമ ട്രൈ ചെയ്യണ്ട? അല്ല, ഞാൻ എന്ത് സഹായത്തിന് ഞാൻ കൂടെ തന്നെ ഉണ്ട്. എന്ത് ഹെൽപ്പ് വേണേലും പറഞ്ഞാൽ മതി, മാമ പറഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാം. ക്ലിയർ ആണ്. ആ ആ ഇതാരും ഷേക്ക് ചെയ്യ. പുള്ളി ആക്കുകയാണോ? ഞാനേ ഇപ്പൊ കണ്ട പോലെ ഒരു VR ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ പിന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരാൾക്കാർ ചെയ്യുന്നത്. അവര് കൗതുകം കൊണ്ട് നോക്കിയാണ്. നല്ല രസമുണ്ട്, അടിപൊളിയാ. പേടിയായി പോ നമുക്ക്. ஓகே. என்ன பேர் என்ன உங்களோடது? சுப்ரத்தினம். சுப்ரத்தினம். கேண்டீன் கேண்டீன் ஓகே. இது உங்களோட இதுவா அது? ரம்லத் பிரியாணி. ஓகே ஓகே ஓகே. பிரியாணி புரோட்டா மாஸ்டர். ஆமா. எங்க கேண்டீன் எங்க இருக்குது? கேண்டீன் SSM திண்டுக்கல் SSM. ஓகே. SSM போடிங்கனாலே வந்துரும். ஓகே. கூகுள் மேப்ல அப்போ SSM ன்னு வந்து கேண்டீன். கேண்டீன் SSM கேண்டீன் ன்னு ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് വരും. അപ്പൊ ദിണ്ടുക്കൽ വരുന്നവരൊക്കെ അടുത്ത വ്ലോഗ് അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും പുള്ളിക്കാരന്റെ കടയിൽ ഓക്കെ നമ്പർ കൊടുത്താ நாங்க திண்டுக்கல் வரும்போது நான் கூப்பிடுறேன். நான் வந்துறேன், உங்க பிக்கப் பண்ணிக்கிறேன். ஓகே ரெடி ஓகே ஓகே சரி சரி. நான் என் பேர் நிபுன். ஆமா. அண்ணா உங்க பேர் என்ன? പ്രദീപ്. ഓക്കേ. ശരി. അപ്പൊ നമ്മൾ ഇനി കുറച്ചു ദൂരം ഓടാനുള്ളത് കൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം മാമ. അതെ, ഇറങ്ങി നേരെ അതിരപ്പള്ളി പോയിട്ട് അതെന്താ കണ്ടീഷൻ നോക്കാം. ഇവിടെ വിടുവോന്ന് അറിയില്ല. അത് വിടും തോന്നണു. എങ്കിലും ഒരു 2 ഫോട്ടോ എടുക്കണ്ട. നോക്കാം എന്തായാലും. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയി കാണാം. ഇത് എണ്ണപ്പനയാണ്. ഇത് പ്ലാന്റേഷൻ ആണ്. കിലോമീറ്ററുകളാണ് അതിരപ്പള്ളി എത്തുന്നവര് കിലോമീറ്റർ കണക്കോളം എണ്ണപ്പന പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ചില സമയങ്ങളിൽ കാട്ടാന ഇറങ്ങിയിട്ട് ഇതിന് കുത്തിപ്പൊളിക്കുന്ന ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഏഴാറ്റുമുഖം ഗണപതി, മുറിവാലൻ, അങ്ങനെ ഒരുപാട് ആനകൾ ഇറങ്ങി എണ്ണപ്പന്നെ കുത്തിമറിച്ചിട്ട് തീറ്റ തിന്നണ ഒരുപാട് സീനുകൾ കണ്ടിട്ടുണ്ട്. പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉള്ളത് സിൽവർ സ്റ്റോമിന്റെ മുമ്പിലുള്ള ബ്രിഡ്ജിലാണ്. ഇതൊന്നും കണ്ട നല്ല രീതിക്ക് വെള്ളമുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ബ്യൂട്ടി അവിടെ കണ്ട ആ ഒരു ബ്യൂട്ടി ഇല്ല. കണ്ട ബ്യൂട്ടി ഇല്ല. വെള്ളം കുറവായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യണത്.
ഗായ്സ്, അപ്പൊ നമ്മള് എവിടെ എത്തിയിരിക്കുകയാണ്? അതിരപ്പള്ളി വ്യൂ പോയിന്റ് ആണ് കേട്ടാ. കാണിച്ചുതരാം. കിഡിലും വ്യൂ ആണ്. നല്ല തിരക്കാണ്. ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക ആൾക്കാര്. ഇന്നലെ വരെ മറ്റേ വിനോദസഞ്ചാരികളെ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ കയറ്റി വിടുമെന്ന് പേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പൊ കയറ്റി വിടണമെന്നാണ് അറിഞ്ഞത്. മഴ ഇല്ല, ക്ലൈമറ്റ് നന്നായിട്ടുണ്ട്, വെള്ളം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. താഴോട്ട് ഇറക്കി വിടുമെന്നുള്ളത് അറിയില്ല, അവിടെ പോയി നോക്കട്ടെ. താഴെ കൂടി ഇറങ്ങാൻ പറ്റിയ അടിപൊളിയായി. നോക്കിയാ നല്ല മിസ്റ്റ് പോലെ വെള്ളം തെറിച്ചിട്ട് റെയിൻകോട്ട് എടുത്തിട്ട് ഇവിടെ താഴെ ഗംഭീരമായിരിക്കും. താഴെ ആരെയും കാണാനുമില്ല. ഇങ്ങനെ ഇറക്കി വിടുന്നാണ് മറ്റേ കോട്ട് വിൽപ്പന നടത്തണമെന്ന് പറഞ്ഞത്. ഇപ്പൊ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, കലക്ക വെള്ളമല്ല. എന്തായാലും നമുക്ക് അവിടെ പോയി തന്നെ നോക്കാം. അവിടെ പോയി നോക്കാം. ഇറങ്ങാൻ പറ്റിയ അതൊരു ഭാഗ്യമാണ്, വല്ലപ്പോഴും കിട്ടുന്ന ഭാഗ്യമല്ല. തെളിഞ്ഞ വെള്ളമാണ്, കലക്ക വെള്ളം, ഉരുൾപൊട്ടിയിട്ടൊന്നുമില്ല, നല്ല വെള്ളം. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചില്ല. താഴെ ഇറങ്ങാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. അവിടെ പോയിട്ട് എന്തായാലും വാൾപ്പാറ വഴി പോകാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അതെ അതെ, അവര് ചെക്ക് പറഞ്ഞത് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ പാസ് എടുത്തിട്ടുണ്ട്. ഈ പാസ് എടുത്തിട്ട് ഇനി മുകളിൽ കയറി പോവാം. ആദ്യം നമുക്ക് അതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ടിട്ട് അതിനുശേഷം പിന്നെ മുകളിലോട്ട് കയറി പോവാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അതിരപ്പള്ളി എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഭക്ഷണം അങ്ങനെ മോശം പറയാനില്ല. എങ്ങനെയുണ്ട് ഭക്ഷണം? അത്ര നല്ലതാ പറയാം. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മള് ആളിയാറില് കഴിച്ച ശീലമുള്ളത് കൊണ്ട് ഇത് മറ്റേ ഇതാണ്, തിലോപ്പിയാണ്. തിലോപ്പിനെ ഉണങ്ങാൻ വെച്ചിട്ട് വറുത്തതായിട്ട് ഫീൽ ചെയ്തു. വലിയ സുഖമില്ല, ഭയങ്കര ഹാർഡ്. അപ്പോ കൈ കൊണ്ടൊന്നും ഞെക്കിയെടുത്തിട്ട് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പിന്നെ പ്രത്യേകിച്ച് നല്ല ഭക്ഷണം ഒന്നും കിട്ടുന്ന നമ്മളെ മോഹിക്കാനും പാടില്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് വിശപ്പ് മാറ്റി. ഇപ്പോ തിരക്ക് കൂടുതൽ ഉള്ള പോലെ ഫീൽ ചെയ്യണം. കുറച്ചു മുമ്പൊന്നും തിരക്കില്ല, അതപ്പോ ആവശ്യത്തിന് തിരക്കുണ്ട്. കൂടുതലും തമിഴ്നാട് വണ്ടികളാണ് കൂടുതൽ. തമിഴ്നാടും കർണാടകയും വരുന്നുണ്ട്. പക്ഷെ ഉദ്യോഗപ്രകാരം വെതർ റിപ്പോർട്ട് പ്രകാരം ഉച്ചയ്ക്ക് ശേഷം മഴ വരുന്നതാണ് കാണിക്കുന്നത്. എത്രത്തോളം സക്സസ് ആകുന്നുള്ളത് അറിയില്ല. 2 മണിക്ക് ശേഷം മഴയുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത്യാവശ്യം തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാട്ടർഫാൾസിലേക്ക് പോകാനുള്ള. അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് നമ്മൾ പോണത് മുകളിലേക്കല്ല, താഴത്തുള്ള വ്യൂ ആണ്. കുറച്ച് ശ്രമപ്പെട്ട് നടക്കണം കേട്ടാ, അത്ര എളുപ്പമില്ല. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. മഴ കാരണം എല്ലാം കേട് വന്നിട്ടുണ്ടാവും, വഴികളെല്ലാം കുത്തിവലിച്ചു പോയിട്ടുണ്ടാവും. കുറച്ച് റിസ്ക് എടുത്തിറങ്ങണം. നമ്മളെ അതിരപ്പള്ളിന്റെ ഒരു ഭീകരതയും അതുപോലെ തന്നെ അതിരപ്പള്ളിന്റെ ഒരു അടിപൊളി ഭംഗിയും കാണാൻ വേണ്ടി പോവാണ് കേട്ടാ. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ഭീകരതയും അതിന്റെ ഒരു ഭംഗിയും കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതിന്റെ അതിരപ്പള്ളിന്റെ സൗന്ദര്യവും ഭീകരതയും രണ്ടും കാണിച്ചു തരാം കേട്ടാ. ഒറ്റ സെക്കൻഡ്. സൂപ്പർ ആട്ടോ, അടിപൊളി, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മഴയല്ല, ഇതിന്റെ വെള്ളത്തിന്റെ ചാറിലാണ്. ചാറിലാണ്. അയ്യോ, അടിപൊളിയിട്ടാ, ഒരു രക്ഷയില്ല, ഗംഭീരമാണ്. നിന്ന് ആസ്വദിക്കാൻ പറ്റില്ല, അത്രയും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റും തണുത്ത വെള്ളവും. അതെ, ക്യാമറ ക്ലിയർ ആകണോ ഒരു ഡൗട്ട് ഉണ്ട്. നമുക്കിവിടെ ഒന്നും അറിയണില്ല, എഡിറ്റ് ചെയ്യുമ്പോഴേ ഇനി അറിയുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. നോക്കാം.
ഒരു പ്രാവശ്യമെങ്കിലും വരണം കേട്ടോ. എന്നാലും ഈ മഴ സമയത്തല്ലേ, മഴ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും വരണം. ഇതുപോലെ എക്സ്പീരിയൻസ് അനുഭവിക്കണം. ഗംഭീരമാണ്, ഒന്നും പറയാനുള്ള. എന്താണ് രാത്രിഘട്ടം മഴയില്ലാതെയാണ്, വെള്ളം തെളിഞ്ഞ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളമല്ല, ഉരുൾപൊട്ടില്ല, ഒന്നുമില്ല, സൂപ്പറായിട്ടുണ്ട്. അടിച്ചു പൊളിച്ചത് എല്ലാരും നോക്കിയാൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഭയങ്കര ആഘോഷങ്ങളാണ് ഇവിടെ എല്ലാവരും. എല്ലാവരും മഴ നനഞ്ഞിട്ട് പോയാലും ഇവിടുന്ന് മാറുന്നില്ല, മാറാതെ ആസ്വദിച്ചിട്ട് നിൽക്കട്ടെ. കഴിഞ്ഞ് നമ്മളപ്പോ നടന്നു പോവാണല്ലേ മാമ? തിരിച്ചിനി വന്ന ദൂരം മുഴുവൻ കയറണം. ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പൊ താഴെ നിന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് താഴെന്നുള്ള വ്യൂ ഉണ്ടല്ലേ? അതിന്റെ ടോപ്പ് അതേ വാട്ടർ ലെവലിന്റെ ഒപ്പമുള്ള വ്യൂ ആണ്. വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് മഴയൊന്നുമില്ല, മഴ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. മുകളിൽ നിന്നും നോക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്കും ഒരു ഭീകരമായിട്ട് തോന്നില്ല. പക്ഷെ നല്ല രസമാട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത്. കുറേ തമാശകളും കാര്യങ്ങളൊക്കെ, നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. വേറൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോണ 2 ദിവസം മുമ്പ് അതിരപ്പള്ളിയിൽ ആരെയും കടത്തി വിടില്ലായിരുന്നു മഴ കാരണം. തലേ ദിവസം മുകളിൽ മാത്രം വിടുള്ളൂ, അതിന് താഴെ പോകാൻ വിടില്ല. ഞങ്ങൾ പോണ സമയത്ത് 2 അവിടെ ഓപ്പൺ ആയിരുന്നു. അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ വാഴച്ചാൽ പോണ വഴിക്കുള്ളൊരു ചെറിയ വാട്ടർഫാൾസാണ്, ചെറുതല്ല അത്യാവശ്യം വലിയ വാട്ടർഫാൾസാണ്. അപ്പോൾ ചാപ്ര വാട്ടർഫാൾസ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. നല്ല രസമാണ്. മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭയങ്കര ഭീകരതയിലാണ് ആ വെള്ളം വരുന്നത്. ഇപ്പോൾ ഈ നമ്മൾ നടന്നു പോണ ഈ പാലം പുതിയ പാലമാണ്, റീസെൻ്റായിട്ട് ആണ് ഈ പാലം പണി കഴിഞ്ഞത്. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽസ് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇത് കറക്റ്റായിട്ട് അതിരപ്പള്ളിയിൽ നിന്ന് നമുക്ക് വാഴച്ചാൽ പോണ റൂട്ടിലാണ് ഇതുള്ളത്. ഇതാണ് വാഴച്ചാലിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അതിരപ്പള്ളി റൂട്ട്, അതിരപ്പള്ളി അല്ല സോറി, വാൾപ്പാറ റൂട്ട്. അതായത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് സ്റ്റേഷനാണത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. നമ്മൾ വാൾപ്പാറ പോണതിന്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ വഴിയാണ് ഇനിയിപ്പോൾ നമ്മൾ കടന്നു പോകാൻ പോണത്. അതായത് ഒരു 70 കിലോമീറ്ററോളം ഫോറസ്റ്റിലൂടെ, തിക്ക് ഫോറസ്റ്റിലൂടെ നമ്മൾ കടക്കണം. വ്യൂ കണ്ടാ അടിപൊളിയല്ലേ? രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഈ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഇത്രയും ഗംഭീരമായിട്ട്, എന്താ പറയാ, ഒരു ഭീകരതയായിട്ടൊക്കെ നമുക്ക് കാണാന്ന് പറയുന്നത് ഈ മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാല് വെള്ളം കുറവായിരിക്കും, ഇത്രയും ഒരു ഭീകരത ഉണ്ടാവില്ല. ശരിക്കും അതിന്റെ ഒരു ഭീകരത ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ചെറിയ ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്, രാവിലത്തെക്കാളും ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോ ഇന്ന് രാത്രി നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. വെള്ളം നോക്കുക, ഒരു ചെറിയ നിറവിറ്റ്, അവിടത്തെ അത്ര വൈറ്റ് ഇല്ല, ചെറിയൊരു കലക്കം. അങ്ങനെ കൂടുതൽ കലക്കം 2-3 ദിവസം മുമ്പ് കണ്ട അത്ര കലക്കമില്ല, അപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാസ് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇപ്പൊ ഫോറസ്റ്റ് റൂട്ടിലൂടെ കടന്നു പോകാട്ടോ. വണ്ടി വരുന്നുണ്ട്. 70 കിലോമീറ്റർ ഇപ്പൊ അടിച്ചു പൊളി റൂട്ടാണ്, ഭയങ്കര ഡേഞ്ചർ റൂട്ടാണ്. അപ്പൊ നമ്മള് വാഴച്ചാലിന് വണ്ടി എടുത്തിട്ടുണ്ട്. പക്ക ഫോറസ്റ്റ് ആണ് നമ്മള് പോണത്. 79 കിലോമീറ്റർ അല്ലേ മാമ? 79 കിലോമീറ്റർ ഉണ്ട്. വാൾപ്പാറയ്ക്ക് 70 കിലോമീറ്റർ ഫോറസ്റ്റ് തന്നെയാണ്.
നല്ല തിക് ഫോറസ്റ്റ് ആണ്. ആനകളുടെയൊക്കെ ശല്യം ഉള്ളതാണ്. കബാലി, വാൾപ്പാറ, മലക്കപ്പാറ, കബാലിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റണമെന്നില്ല. ദൂരത്ത് കണ്ടാലും മതി, അടുത്ത് തന്നെ കാണണം. അതെ, ഒരു സൈഡെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്തായാലും കൂടുതൽ ആന കാണാനുള്ള ചാൻസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഇപ്പൊ ഈ അതിരപ്പള്ളി വാൾപ്പാറ റൂട്ട് എന്ന് പറയുന്നത്. അതും ഭയങ്കര danger ആണ്. കാണാൻ ചാൻസ്. അതെ, ഭയങ്കര ഡേഞ്ചറാണ്. എന്നാലും നമ്മൾ ത്രില്ലോടുകൂടി ത്രില്ലടിക്കുന്ന ഒരു യാത്രയായിട്ട് നമ്മൾ പോവാം. നല്ല മഴയായിരുന്നു, ശക്തമായ മഴ. തിരിച്ചു പോകണമെന്നൊക്കെ കരുതിയതാണ്. അപ്പൊ അത്രയ്ക്ക് മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒത്തിരി കുറവുണ്ട്. തീരെ മഴയായിരുന്നു. ഇപ്പൊ മഴ കൂടി. അതെ, വാൾപ്പാറ പോയി. ഇനി വാൾപ്പാറയിലാണ് ശരിക്കും മിസ്റ്റ് അല്ലേ? ഇവിടെയൊക്കെ ചെറിയ മിസ്റ്റ്, ഇതൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു സുഖം, ചെറിയ മഴയും അല്ലേ, ചെറിയ മഴയും ഒരു മിസ്റ്റും അതിൽ കൂടെ നമ്മളങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു സുഖം തന്നെയാണ് മക്കളെ. സമയം കണ്ട ഇപ്പൊ 4:20, 4:15 ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 5:15, 6:15 നമ്മള് മലക്കപ്പാറ ചെക്ക് പോസ്റ്റില് നമുക്കൊരു സ്ലിപ്പ് വന്നിട്ടുണ്ട്. ആ സ്ലിപ്പ് കൊണ്ടുപോയി കൊടുക്കണം. അതായത് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ അപ്പുറത്ത് ചെക്ക് പോസ്റ്റിൽ എത്തണം. അല്ലെങ്കിൽ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് വൈകിയത്, അല്ലെങ്കിൽ ഇടയിൽ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും അവര്. പറയുമ്പോഴേക്കും മുളക്കാടാണ്. മുള ആനന്റെ ഒരു ഇഷ്ട ഭക്ഷണവും കൂടിയാണ്. ഈ മുള, ഈറ്റ എന്നൊക്കെ പറയുന്നത് ആനന്റെ ഇഷ്ട ഭക്ഷണമാണ്. നമ്മൾ കുറച്ചും കൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈറ്റന്റെ കാടുകളായിരിക്കും. അവിടെയാണ് ആനകൾ മെയിനായിട്ട് കാണാൻ. എന്താണ് ജ്യോതി ശരി, നിങ്ങളുടെ അത്ര പ്രോ അല്ലല്ലോ. കുറച്ച് പ്രോ. നിങ്ങള് നീയും നിതിമാമനൊക്കെ ഭയങ്കര പ്രോ പ്ലെയറുകളല്ലേ? നിതിമാമന്റെ അത്ര നമ്മൾ വരാൻ പറ്റില്ല. നിതിമാമൻ കുറച്ച് കൂടിയനോ, ഹെവിയാണല്ലേ? നിതിമാമ ഗുരു. ആൾക്കാരുണ്ടോ? ഈ കാണുന്നതാണ് കേട്ടോ ലോവർ ഷോളയാർ ഡാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് പോകും. അതാണ് അപ്പർ ഷോളയാർ ഡാം. ഞാൻ അതിന്റെ ഇടയിൽ നൈസായിട്ടൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു. എന്റെ മൊത്തം നനഞ്ഞു ചെയ്യും, ഒന്ന് ഒഡീസൊക്കെ നനഞ്ഞു. അപ്പൊ നമ്മള് കറക്റ്റ് സമയം 5:52 നമ്മള് മലക്കപ്പാറ എത്തി കഴിഞ്ഞു. വേറൊന്നും കണ്ടില്ല കേട്ടാ. എന്നെ കാണുന്നു പ്രതീക്ഷിച്ചു, കണ്ടില്ല. എത്ര മണിക്കൂർ നമ്മള്? 2 മണിക്കൂർ. 2 മണിക്കൂറിലൂടെ എത്തി അല്ലേ? അവിടെ എൻ്റർ ആയത് 3:47, 3:50 എത്തി. അവിടെ തൊട്ട് മഴയുണ്ട് കേട്ടോ. അവിടെ വന്നപ്പോഴും അവിടത്തുള്ള ചെറിയ ഇങ്ങനെ മഴ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അത് കൊടുക്കണം, സ്ലിപ്പ്. താഴേക്ക് തിരിച്ചില്ലല്ലോ. ഇല്ലല്ല, പോവാണ്. നമ്മള് ഇതോടുകൂടി അവരുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. താഴേക്ക് തിരിച്ചു പോകില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് തിരിച്ചു അങ്ങോട്ടേക്ക് അല്ല, അതൊരു ടൈമിങ് ചിലപ്പോ ചോദിക്കാൻ വേണ്ടി. സമയം 5:53 6 മണി വരെയല്ലേ സമയമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പർ ഷോളയാർ. നമ്മൾ അപ്പോഴേ ലോവർ ഷോളയാർ കണ്ടു. ഇതാണ് അപ്പർ ഷോളയാർ. ശരിക്കും ഇതൊക്കെ ഈ സമയത്ത് തുറന്നു വിടേണ്ടതായിരുന്നു. ഇപ്പോൾ മഴകളും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിറഞ്ഞിട്ടില്ല ഡാം. പിന്നെ നമ്മൾ മുകളിൽ പോണ സമയത്ത് ഇതിന്റെ കാശ്മീരിൽ ഏരിയ കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഷോളയാർ ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പർ ഷോളയാർ. കാണിച്ചു തരാം ഡാമിന്റെ നമ്മൾ എത്ര വെള്ളമുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. വെള്ളമുണ്ടോ മാമ? ഇല്ല ഇല്ല, വറ്റിക്കിടക്കുകയാണ്. ഇല്ല, തമിഴ്നാട്ടില് വെള്ളം മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇതൊരു ഹിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ചോളം, അതെ, ചോളം ഒരു മസ്റ്റ് ട്രൈ ആണ്.
സ്വീറ്റ് പോപ്പ്, സ്വീറ്റ് കോൺ. അപ്പൊ നമ്മള് വീണ്ടും മലക്കപ്പാറയൊക്കെ കഴിഞ്ഞ് വാൾപ്പാറ കഴിഞ്ഞ് ഇപ്പൊ 4-ാം മൈൽ ചുങ്കമാണ്. 4-ാം മൈൽ ചുങ്കത്തില് താജ് ബിരിയാണിയിലേക്ക് വന്നിരിക്കുകയാണ്. ഓൾറെഡി നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ താജ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വാൾപ്പാറിന്റെ സീരീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇരുട്ടായത് കൊണ്ട് വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ വാൾപ്പാറ കാണണം എന്നുള്ളവര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാല് അതിലുണ്ട് 2 എപ്പിസോഡായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുണ്ടായിരുന്നു അപ്പ നല്ല ട്രിപ്പായിരുന്നു. മഴയും കാര്യങ്ങളും പ്രതീക്ഷിച്ച ഒരു വന്യമൃഗങ്ങളിലൊന്നും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. കാട്ടുപോത്ത് വാൾപ്പാറയിൽ വെച്ച് കണ്ടിരുന്നു, വേറൊന്നും കണ്ടില്ല. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇരുട്ട് കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ആഹാരം കഴിച്ചിട്ട് ഓവറോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. 1 ഡേ ട്രിപ്പ് വരുന്നവർക്ക്, നമ്മൾ ഒരു ദിവസം ഞായറാഴ്ചയൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 1 ഡേ ട്രിപ്പ് വരുന്നവർക്ക് ഇതൊരു അടിപൊളി ട്രിപ്പായിരിക്കും. അത് ഒന്ന് നിങ്ങൾക്ക് വാൾപ്പാറ വന്നിട്ട് ആതിരപ്പള്ളി വഴി തിരിച്ചിറങ്ങും. അതല്ല എന്നുണ്ടെങ്കിൽ ആതിരപ്പള്ളി നമ്മൾ തൃശ്ശൂർ ആതിരപ്പള്ളി വന്നിട്ട് ചാലക്കുടി വന്നിട്ട് തിരിച്ച് വാൾപ്പാറ വഴി നമുക്ക് തിരിച്ചിറങ്ങാം. അപ്പോൾ 1 ഡേ പ്ലാൻ ചെയ്യണവരാണെങ്കിൽ ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. അടിപൊളിയായിരിക്കും, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അത് ഇപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെള്ളം ഉള്ളത് കൊണ്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു അടിപൊളി വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ. മാമനും മരുമനും വരുന്നതായിരിക്കും. ടാറ്റാ.